ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബികോം തേർഡ് സെമിസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിലെ പാക്കേജസ് ആൻഡ് കണ്ടെയ്നേഴ്സ് എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്ക് എല്ലാവർക്കും പാക്കേജസ് എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് എന്താണെന്ന് അറിയാലോ. ഒരു പ്രോഡക്റ്റിനെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന തിങ്സിനെയാണ് നമുക്ക് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പാക്കേജസ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. ഒരു പ്രോഡക്റ്റ് പൊതിയാൻ അല്ലെങ്കിൽ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന തിങ്സിനെയാണ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പാക്കേജസ് എന്ന് വിളിക്കുന്നത്. ഈ പാക്കേജസിനെ നമുക്ക് പ്രധാനമായിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ പ്രൈമറി പാക്കേജസ്, രണ്ടാമത്തേത് സെക്കൻഡറി പാക്കേജസ്, മൂന്നാമത്തെ ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ പാക്കേജസ്. ഇങ്ങനെ മൂന്നായിട്ട് പാക്കേജസിനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി പാക്കേജ് മീൻസ് ഒരു പ്രോഡക്റ്റിനെ ആദ്യമായിട്ട് കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പാക്കേജ്. പ്രൈമറി അതിനെ എന്ത് ചെയ്യുന്നു, കവർ ചെയ്യാൻ പൊതിയാൻ ഉപയോഗിക്കുന്ന പാക്കേജിനെ നമുക്ക് എന്ത് വിളിക്കാം, പ്രൈമറി പാക്കേജ് എന്ന് വിളിക്കാം. ഈ പ്രൈമറി പാക്കേജ് ഈസ് വൺ വിച്ച് എസെൻഷ്യൽ വിത്തൗട്ട് വിച്ച് ദ പ്രോഡക്റ്റ് കനോട്ട് ബി സോൾഡ്. പ്രൈമറി പാക്കേജസ് ഇല്ലാതെ നമുക്കൊരു പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ കഴിയില്ല, വിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ആദ്യം പ്രോഡക്റ്റിനെ പാക്ക് ചെയ്യുന്നത് പ്രൈമറി പാക്കേജിലാണ്. നെക്സ്റ്റ്, പ്രൈമറി പാക്കേജിനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന പാക്കേജാണ് എന്ത് വിളിക്കുന്നത്, സെക്കൻഡറി പാക്കേജ്. പ്രൈമറി പാക്കേജിനെ കവർ ചെയ്തുകൊണ്ടുള്ള രണ്ടാമത്തെ പാക്കേജിനെ നമുക്ക് എന്ത് വിളിക്കാം, സെക്കൻഡറി പാക്കേജ് എന്ന് വിളിക്കാം. ഇതിൽ സെക്കൻഡറി പാക്കേജിലാണ് കമ്പനിയുടെ പേര്, കമ്പനിയുടെ ലോഗോ, ഓക്കെ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ, ഇതൊക്കെ കാണപ്പെടുന്നത് സെക്കൻഡറി പാക്കേജിലാണ്. അപ്പോൾ പ്രോഡക്റ്റിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്ന പാക്കേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സെക്കൻഡറി പാക്കേജാണ്. നെക്സ്റ്റ്, ഷിപ്പിംഗ് പർപ്പസിന് അല്ലെങ്കിൽ ഷിപ്പിംഗ് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജാണ് ഷിപ്പിംഗ് പാക്കേജസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് പാക്കേജസ് എന്ന് വിളിക്കുന്നത്. ഷിപ്പിംഗ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാക്കേജിനെ ഷിപ്പിംഗ് പാക്കേജസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിംഗ് പാക്കേജസ് എന്ന് വിളിക്കും. ഈ ചാപ്റ്ററിൽ കൂടുതലും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഈ ഷിപ്പിംഗ് പാക്കേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഡ്രംസ്, കേസസ്, ക്രൈറ്റ്സ്, ബോട്ടിൽസ്, ബാരൽസ്, ടിൻസ്, ഇതൊക്കെയാണ് ഷിപ്പിംഗ് പാക്കേജസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ഷിപ്പിംഗ് പാക്കേജസിനെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അതിനു മുന്നേ ഈ പാക്കേജസ് ആൻഡ് കണ്ടെയ്നേഴ്സ് അക്കൗണ്ടിൽ നടക്കുന്ന അക്കൗണ്ടിങ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കണം. ഇത്രയേ ഉള്ളൂ. ഒരു ബിസിനസ്സും കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ പാക്കേജസ് സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാറില്ല. പകരം അവർ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും മറ്റൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും കണ്ടെയ്നർ ആദ്യം വാങ്ങുന്നു. മറ്റൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും കണ്ടെയ്നർ ആദ്യം വാങ്ങിയിട്ട് പ്രോഡക്റ്റ് വിൽക്കുന്നതിനോടൊപ്പം ആർക്ക് കൊടുക്കുന്നു, ഈ കണ്ടെയ്നർ കസ്റ്റമറിന് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. പ്രോഡക്റ്റിനോടൊപ്പം ഈ കസ്റ്റമർ കണ്ടെയ്നറിന് കൊടുക്കുന്നു. എന്നിട്ട് ബിസിനസ് ഒരു എക്സ്പയറി ഡേറ്റ് പറയും. എക്സാമ്പിൾ 2 വീക്സ് ആണ് ബിസിനസ് പറയുന്ന എക്സ്പയറി ഡേറ്റ് എങ്കിൽ 2 വീക്സ് കഴിയുമ്പോൾ ഈ കണ്ടെയ്നർ കസ്റ്റമർ ആർക്ക് തിരികെ കൊടുക്കണം, ബിസിനസ്സിന് തിരികെ കൊടുക്കണം. ഇതാണ് ഇവിടെ നടക്കുന്ന അക്കൗണ്ടിങ് പ്രോസസ്സ്. ഒരു ബിസിനസ്സും കണ്ടെയ്നർ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാറില്ല. മറ്റൊരു സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി പ്രോഡക്റ്റിനോടൊപ്പം കസ്റ്റമറിന് കൊടുക്കുന്നു. എക്സ്പയറി ഡേറ്റിനുള്ളിൽ ഈ കണ്ടെയ്നേഴ്സ് കസ്റ്റമർ തിരികെ ബിസിനസ്സിന് കൊടുക്കണം. ഓക്കെ, ഇതാണ് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രോസസ്സ്. ഇനി പറയുന്നത് 2 ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ആണ് ഉള്ളത്. ഒന്ന്, വെൻ ദ കണ്ടെയ്നേഴ്സ് ആർ സ്മോൾ വാല്യൂ കണ്ടെയ്നേഴ്സ്. ഈ പ്രോഡക്റ്റിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന കണ്ടെയ്നേഴ്സിന് വലിയ വിലയില്ലാത്ത കണ്ടെയ്നർ ആണെങ്കിൽ കസ്റ്റമർ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാലും ആ കണ്ടെയ്നർ ആർക്ക് തിരികെ കൊടുക്കണ്ട, ബിസിനസ്സിന് തിരികെ നൽകണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് വലിയ വാല്യൂ ഇല്ലാത്ത കണ്ടെയ്നർ ആണെങ്കിൽ കസ്റ്റമർ ആർക്ക് തിരികെ കൊടുക്കണ്ട, ബിസിനസ്സിന് തിരികെ കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ്, നമ്മൾ പ്രോഡക്റ്റിനോടൊപ്പം കൊടുക്കുന്ന കണ്ടെയ്നറിന് മോർ സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉണ്ട്. വലിയ വാല്യൂ ഉള്ള കണ്ടെയ്നർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും കസ്റ്റമർ എന്ത് ചെയ്തിരിക്കണം, എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോൾ തിരികെ കൊടുത്തിരിക്കണം, ബിസിനസ്സിന് തിരികെ കൊടുത്തിരിക്കണം. അതാണ് രണ്ടാമത്തെ ടൈപ്പ് പറയുന്നത്. നല്ല വാല്യൂ ഉള്ള സിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഉള്ള കണ്ടെയ്നർ ആണെങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിനോടൊപ്പം തന്നെ ആര് തിരികെ കൊടുക്കണം, കസ്റ്റമർ തിരികെ ബിസിനസ്സിന് കൊടുത്തിരിക്കണം. ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് പഠിക്കാനുണ്ട്. പ്രോബ്ലം ചെയ്യാൻ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ടേംസ് ആണിത്. സോ വ്യക്തമായി തന്നെ മനസ്സിലാക്കിയിരിക്കുക. ഫസ്റ്റ് വൺ, കോസ്റ്റ് പ്രൈസ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബിസിനസ്സും സ്വന്തമായി കണ്ടെയ്നേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാറില്ല. മറിച്ച് സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും ആദ്യം കണ്ടെയ്നർ വാങ്ങും. സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും കണ്ടെയ്നർ വാങ്ങുന്ന പ്രൈസിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ സപ്ലയറിൻ്റെ കയ്യിൽ നിന്നും ബിസിനസ് കണ്ടെയ്നേഴ്സ് വാങ്ങുന്നു. ആ വാങ്ങുന്ന പ്രൈസിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രൈസ്. നെക്സ്റ്റ്, സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും കണ്ടെയ്നർ വാങ്ങിയിട്ട് ബിസിനസ് ആർക്ക് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിന് പ്രോഡക്റ്റിനോടൊപ്പം കണ്ടെയ്നേഴ്സ് വിൽക്കുന്നു. അങ്ങനെ പ്രോഡക്റ്റിനോടൊപ്പം കണ്ടെയ്നേഴ്സ് കൂടി കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ചാർജ് ഔട്ട് പ്രൈസ്. കണ്ടെയ്നേഴ്സ് കസ്റ്റമേഴ്സിന് വിൽക്കുന്ന പ്രൈസിനെ വിളിക്കുന്ന പേരാണ് ചാർജ് ഔട്ട് പ്രൈസ്. നെക്സ്റ്റ്, എക്സ്പയറി ഡേറ്റ് ആകുമ്പം കണ്ടെയ്നേഴ്സ് കസ്റ്റമർ എന്ത് ചെയ്യും, തിരികെ ബിസിനസ്സിന് നൽകും. കണ്ടെയ്നേഴ്സ് തിരികെ ബിസിനസ്സിന് കസ്റ്റമർ നൽകുമ്പോൾ ബിസിനസ് കസ്റ്റമേഴ്സിന് തിരിച്ചെന്ത് ചെയ്യും, പൈസ കൊടുക്കാറുണ്ട്. നേരത്തെ നമ്മൾ പ്രോഡക്റ്റിനോടൊപ്പം കണ്ടെയ്നേഴ്സും കൂടി ചേർത്താണ് കസ്റ്റമറിന് വിറ്റത്. കണ്ടെയ്നേഴ്സിൻ്റെ പ്രൈസ് കൂടി കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ തിരികെ കണ്ടെയ്നേഴ്സ് ബിസിനസ്സിൽ തരുമ്പം
നമ്മൾ തിരികെ എന്ത് ചെയ്യണം? ബിസിനസ് ക്യാഷ് തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കണം. ക്യാഷ് തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കണം. അങ്ങനെ കസ്റ്റമേഴ്സ് കണ്ടെയ്നേഴ്സ് തിരികെ തരുമ്പം കസ്റ്റമേഴ്സിന് തിരികെ കൊടുക്കുന്ന പൈസയെ വിളിക്കുന്ന പേരാ റിട്ടേണബിൾ പ്രൈസ്. റിട്ടേണബിൾ പ്രൈസ് എന്ന് വിളിക്കും. എപ്പോഴാണോ കസ്റ്റമർ കണ്ടെയ്നർ തിരികെ തരുന്നത്, അപ്പോൾ ബിസിനസ് കസ്റ്റമറിന് അങ്ങോട്ട് എന്ത് ചെയ്യും? ക്യാഷ് കൊടുക്കും. അതിനെ എന്താ വിളിക്കുന്നത്? റിട്ടേണബിൾ പ്രൈസ് എന്ന് വിളിക്കുന്നത്. അടുത്ത പഠിക്കാനുള്ളത് കണ്ടെയ്നർ റീറ്റെയിൻഡ്. കണ്ടെയ്നർ റീറ്റെയിൻഡ് എന്താണ്? കണ്ടെയ്നർ റീറ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ കാലാവധി കഴിഞ്ഞിട്ടും കസ്റ്റമർ തിരികെ തരാത്ത കണ്ടെയ്നേഴ്സിനെ നമ്മൾക്ക് എന്ത് വിളിക്കാം? കണ്ടെയ്നർ റീറ്റെയിൻഡ് എന്ന് വിളിക്കാം. കാലാവധി കഴിഞ്ഞിട്ടും കസ്റ്റമർ തിരികെ തരാത്ത കണ്ടെയ്നേഴ്സിനെ എന്ത് വിളിക്കാം? കണ്ടെയ്നർ റീറ്റെയിൻഡ് എന്ന് വിളിക്കാം. നെക്സ്റ്റ്, റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ് മീൻസ് എക്സ്പയറി ഡേറ്റ് കഴിയാത്ത കണ്ടെയ്നേഴ്സ്. ഓക്കെ, എക്സ്പയറി ഡേറ്റ് കഴിയാതെ കസ്റ്റമറിന്റെ കയ്യിലിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ് എന്ന് വിളിക്കാം. ഇതിന് എക്സ്പയറി ഡേറ്റ് ആയിട്ടില്ല, അതായത് കസ്റ്റമറിന്റെ കയ്യിലിരിക്കുന്ന ക്ലോസിംഗ് സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ള എന്താണ് ഹയർ ചാർജ്? ഹയർ ചാർജ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ചാർജ് ഔട്ട് പ്രൈസ് ആൻഡ് റിട്ടേണബിൾ പ്രൈസ്. ഇപ്പോൾ എന്താണ് ചാർജ് ഔട്ട് പ്രൈസ്? ചാർജ് ഔട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സ് കസ്റ്റമറിന് വിൽക്കുന്ന പ്രൈസിനെയാണ് ചാർജ് ഔട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, റിട്ടേണബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സ് കസ്റ്റമർ തിരികെ തരുമ്പോൾ നമ്മൾ തിരിച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന പ്രൈസിനെയാണ് റിട്ടേണബിൾ പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ചാർജ് ഔട്ട് പ്രൈസും റിട്ടേണബിൾ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ഹയർ ചാർജ് എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഒന്ന് നോക്കാം. സപ്പോസ് എ സെല്ലർ ഓഫ് പ്രോഡക്റ്റ് സെൽസ് ഹിസ് ഗുഡ്സ് ഇൻ റിട്ടേണബിൾ കണ്ടെയ്നേഴ്സ്. ഈ പർച്ചേസസ് കണ്ടെയ്നേഴ്സ് അറ്റ് 60 ഈച്ച്. അയാൾ ഈ കണ്ടെയ്നേഴ്സ് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് 60 രൂപയ്ക്കാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കോസ്റ്റ് പ്രൈസ്. സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെയ്നർ വാങ്ങുമ്പോൾ അതിനെ കോസ്റ്റ് പ്രൈസ് എന്ന് വിളിക്കും. കോസ്റ്റ് പ്രൈസ് 60. ഗുഡ്സ് ആർ സപ്ലൈഡ് ഇൻ ഇറ്റ് ഹി ചാർജസ് 100 ഈച്ച് ഫോർ ദ കണ്ടെയ്നേഴ്സ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഗുഡ്സ് വിൽക്കുമ്പം കണ്ടെയ്നറും കൂടി ചേർത്താണ് വിൽക്കുന്നത്. ഓരോ കണ്ടെയ്നറിനും 100 രൂപ വെച്ചാണ് ബിസിനസ് ചാർജ് ചെയ്യുന്നത് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും. അപ്പോൾ അതിനെ കസ്റ്റമറിന് കൊടുക്കുന്ന കണ്ടെയ്നേഴ്സ് കസ്റ്റമറിന് കൊടുക്കുന്ന പ്രൈസിനെ ചാർജ് ഔട്ട് പ്രൈസ് എന്ന് എന്ത് ചെയ്യാം? വിളിക്കാം. അല്ലെങ്കിൽ ബിൽ പ്രൈസ് എന്ന് വിളിക്കാം. ഇഫ് ദ കണ്ടെയ്നേഴ്സ് ആർ റിട്ടേൺഡ് ഇൻ 2 വീക്സ്, 2 ആഴ്ചയ്ക്കുള്ളിൽ കണ്ടെയ്നേഴ്സ് തിരികെ തരുമ്പം ₹80 ഈസ് റീഫണ്ടഡ് ഓർ ക്രെഡിറ്റഡ് ടു ദി കസ്റ്റമർ. ഓക്കെ, 2 ആഴ്ചയ്ക്കുള്ളിൽ തിരികെ, 2 ആഴ്ച എന്ന് പറയുന്ന എക്സ്പയറി ഡേറ്റിനുള്ളിൽ കസ്റ്റമർ കണ്ടെയ്നർ തിരികെ തരുമ്പം 80 രൂപ കസ്റ്റമറിന് തിരികെ കൊടുക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? റിട്ടേണബിൾ പ്രൈസ് എന്ന് വിളിക്കുന്നത്. വെൻ ഹയർ ചാർജ്. അപ്പോൾ ഹയർ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? ചാർജ് ഔട്ട് പ്രൈസും റിട്ടേണബിൾ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹയർ ചാർജ്. ചാർജ് ഔട്ട് പ്രൈസ് ഇവിടെ 100, റിട്ടേണബിൾ പ്രൈസ് 80. 100ഉം 80ഉം തമ്മിലുള്ള ഡിഫറൻസ് 20 രൂപയാണ് ഹയർ ചാർജ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് പാക്കേജസ് ആൻഡ് കണ്ടെയ്നേഴ്സ് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽഡ് അക്കൗണ്ട്സിനെ കുറിച്ചാണ്. പ്രധാനമായും 2 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഇവിടെ വരയ്ക്കുന്നത്. കണ്ടെയ്നേഴ്സ് ട്രേഡിംഗ് അക്കൗണ്ടും കണ്ടെയ്നേഴ്സ് പ്രൊവിഷൻ അക്കൗണ്ടും. കണ്ടെയ്നേഴ്സ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടും കണ്ടെയ്നേഴ്സ് പ്രൊവിഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു അക്കൗണ്ടുമാണ് പ്രധാനമായും നമ്മളിവിടെ വരയ്ക്കുന്നത്. അപ്പോൾ കണ്ടെയ്നേഴ്സ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ നോർമലി ട്രേഡിംഗ് അക്കൗണ്ട് പഠിക്കുന്ന പോലത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. പുതിയതായിട്ട് 2-3 ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. ആദ്യം നമുക്കത് നോക്കാം. കണ്ടെയ്നേഴ്സ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ആദ്യം കാണിക്കേണ്ടത് കണ്ടെയ്നറിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കാണ്. കണ്ടെയ്നറിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് 2 ടൈപ്പിൽ വരാറുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ഹാൻഡും വരാറുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമറും വന്ന് കാണാറുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് മീൻസ് ബിസിനസിൻ്റെ കയ്യിലുള്ള കണ്ടെയ്നേഴ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ മീൻസ് കസ്റ്റമറിൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടെയ്നേഴ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്. രണ്ടായാലും നമുക്ക് കോസ്റ്റ് പ്രൈസിലാണ് കാണിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസിലാണ് കണ്ടെയ്നേഴ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻ ഹാൻഡും ഓപ്പണിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമറും നമുക്ക് ഷോ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഒരു ബിസിനസ്സും കണ്ടെയ്നർ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്യാറില്ല. സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാറാണ് പതിവ്. അപ്പോൾ സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് കണ്ടെയ്നേഴ്സ് വാങ്ങുമ്പോൾ അത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. സോ ബാങ്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുക. ബ്രാക്കറ്റിൽ പർച്ചേസ്. കണ്ടെയ്നേഴ്സ് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അത് കാണിക്കേണ്ടത് പർച്ചേസ് പ്രൈസ് ആ ക്വസ്റ്റ്യനിൽ തന്നേക്കും. പർച്ചേസ് പ്രൈസ് ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കും. നെക്സ്റ്റ്, കണ്ടെയ്നേഴ്സ് കസ്റ്റമർ തിരികെ കണ്ടെയ്നേഴ്സ് ബിസിനസ്സിന് തരുമ്പോൾ കസ്റ്റമറിന് തിരികെ ക്യാഷ് കൊടുക്കണം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? കണ്ടെയ്നർ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമർ തിരികെ കണ്ടെയ്നേഴ്സ് തരുമ്പോൾ കസ്റ്റമർ അങ്ങോട്ട് എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കണ്ടെയ്നേഴ്സ് പ്രൊവിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. കണ്ടെയ്നേഴ്സ് പ്രൊവിഷൻ എന്ന് എവിടെ ഷോ ചെയ്താലും റിട്ടേണബിൾ പ്രൈസ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ഓക്കെ, കണ്ടെയ്നേഴ്സ് പ്രൊവിഷൻ എന്ന് എവിടെ ഷോ ചെയ്താലും റിട്ടേണബിൾ പ്രൈസ് എന്ന് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ്, തിരികെ വന്ന കണ്ടെയ്നേഴ്സിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് അങ്ങനെ എന്തെങ്കിലും പറ്റിയ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കണം. അതിനുവേണ്ടി റിപ്പയറിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് ചിലവാണ്, എക്സ്പെൻസ് ആയതുകൊണ്ട് അതിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടെയ്നേഴ്സ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, കസ്റ്റമറിന് കണ്ടെയ്നർ വിൽക്കുമ്പോൾ അത് നമുക്കൊരു ഇൻകമാണ്. കണ്ടെയ്നർ വിൽക്കുമ്പോൾ കസ്റ്റമർ ക്യാഷ് തരുന്നു. സോ അത് നമുക്കൊരു ഇൻകമാണ്. കസ്റ്റമറിന് കണ്ടെയ്നർ വിൽക്കുന്നു, സെൻഡ് ചെയ്യുന്നു. കസ്റ്റമറിന് കണ്ടെയ്നർ സെയിൽ ചെയ്യുന്നു. അത് ചാർജ് ഔട്ട് പ്രൈസിനെ നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത്? കാണിക്കേണ്ടത്. കസ്റ്റമറിന് കണ്ടെയ്നർ വിൽക്കുമ്പോൾ അത് കാണിക്കേണ്ടത് ചാർജ് ഔട്ട് പ്രൈസിനാണ്.
എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ഗോഡൗണിലോ വെയർഹൗസിലോ വരുന്ന കണ്ടെയ്നേഴ്സ് കത്തി നശിച്ചു പോകുന്നു, അല്ലെങ്കിൽ തെഫ്റ്റ് നടക്കുന്നു, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ലോസാണ് സംഭവിക്കുന്നത്. ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാം, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം, കോസ്റ്റ് പ്രൈസിനെ കാണിക്കേണ്ടത്. നെക്സ്റ്റ്, തിരികെ വന്ന കണ്ടെയ്നർ ഉപയോഗശൂന്യമാണെങ്കിൽ അത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂവിന് സെയിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യാം, എന്നാലും നമുക്ക് ക്യാഷാണ് കിട്ടുന്നത്, ഇൻകമാണ്. സോ ബാങ്ക് എന്നും പറഞ്ഞ് ബ്രാക്കറ്റിൽ സ്ക്രാപ്പ് എന്ന് ഷോ ചെയ്തിട്ട് സ്ക്രാപ്പ് വാല്യൂ ക്വസ്റ്റ്യനിൽ കാണിച്ചിരിക്കും. നെക്സ്റ്റ്, കണ്ടെയ്നർ റീറ്റൈൻഡ് മീൻസ് കാലാവധി കഴിഞ്ഞിട്ടും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടും കസ്റ്റമർ തിരികെ തരാത്ത കണ്ടെയ്നേഴ്സിനെ കണ്ടെയ്നർ റീറ്റൈൻഡ് എന്നാണ് നമ്മൾ നോർമലി വിളിക്കാറ്. അത് ക്രെഡിറ്റ് സൈഡിൽ കണ്ടെയ്നർ പ്രൊവിഷൻ എന്ന് കാണിക്കുക. കണ്ടെയ്നർ പ്രൊവിഷൻ എന്ന് എവിടെ കാണിച്ചാലും റിട്ടേണബിൾ പ്രൈസ് മാത്രമേ ഇടാൻ പാടുള്ളൂ. ലാസ്റ്റ്, കണ്ടെയ്നേഴ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് ക്വസ്റ്റ്യനിൽ തരാറില്ല, നമ്മൾ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഫോർമാറ്റ് ഉണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടെയ്നർ ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഷോ ചെയ്യുക. ക്രെഡിറ്റ് സൈഡിലാണ് ആൻസർ കിട്ടുന്നതെങ്കിൽ ലോസ് ആയിരിക്കും, ക്രെഡിറ്റ് സൈഡിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് ഷോ ചെയ്ത് കാണിക്കുക. നെക്സ്റ്റ്, രണ്ടാമത്തെ അക്കൗണ്ടിൻ്റെ പേര് കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ട്. കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൽ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് ബാലൻസ് ബ്രോഡ് ഡൗൺ. കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ ആയിരിക്കും. ഓപ്പണിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ ആണ് കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ബ്രോഡ് ഡൗൺ. അതിനുശേഷം കണ്ടെയ്നർ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ കണ്ടെയ്നർ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൽ അതിനെ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്ത് കാണിക്കുക. അതുപോലെ തന്നെ കണ്ടെയ്നർ ട്രേഡിംഗ് അക്കൗണ്ടിൽ കണ്ടെയ്നർ പ്രൊവിഷൻ എന്ന് പറഞ്ഞ് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെയും എന്ത് ചെയ്യുക, കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൽ കണ്ടെയ്നർ ട്രേഡിംഗ് എന്ന് കാണിക്കാം. അവസാനം കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. ബാലൻസ് ബ്രോഡ് ഡൗൺ ഓപ്പണിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ ആണെങ്കിൽ കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ക്യാരി ഡൗൺ ക്ലോസിംഗ് സ്റ്റോക്ക് വിത്ത് കസ്റ്റമർ ആയിരിക്കും. ശ്രദ്ധിക്കുക, കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ ഷോ ചെയ്യുന്നത് റിട്ടേണബിൾ പ്രൈസസ് മാത്രമായിരിക്കും. എല്ലാ തവണയും റിട്ടേണബിൾ പ്രൈസ് മാത്രമേ കണ്ടെയ്നർ പ്രൊവിഷൻ അക്കൗണ്ടിൽ കാണിക്കാറുള്ളൂ. സോ ഈ രണ്ട് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ക്ലാസ്സിനെ കുറിച്ചുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക്